നമ്മൾ ഇന്ന് പോകുന്നത് പാതിരാമണിലേക്കാണ്. എൻ്റെ വീടിനടുത്ത് നിന്ന് വളരെ കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ പാതിരാമണിലേക്ക്. ഞങ്ങൾ ഏകദേശം കായ്പുറം ജെട്ടിയിൽ എത്തിച്ചേർന്നത് വൈകുന്നേരം 3:30-നാണ്. ഈ സമയം മറ്റ് സഞ്ചാരികളെല്ലാവരും തന്നെ ഒരു ബോട്ടിൽ ദ്വീപിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ഞങ്ങളും ഒരു ബോട്ടിൽ 600 രൂപ മുടക്കി 5 പേർ ഈ ബോട്ടിൽ സഞ്ചരിച്ചു. 5 പേരെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും വൈഫും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫും, പിന്നെ കുട്ടിക്ക് ചാർജ് ഇല്ല. അങ്ങനെ എൻ്റെ മോൻ ഉൾപ്പെടെ ഞങ്ങൾ 6 പേരാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്തത്. ഈ ബോട്ടിലാണ് ഞങ്ങൾ ഇങ്ങോട്ടെത്തിയത്. തണ്ണീർമുക്കമാണ്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, തണ്ണീർക്കം ബണ്ടിൽ പോയപ്പോൾ ഈ പാതിരാമണിലേക്ക് വരുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് 2000 രൂപയാണ് തണ്ണീർമുക്കത്ത് നിന്ന്. ഇത് കായ്പുറത്ത് നിന്ന് നമുക്ക് 600 രൂപയുണ്ട്. അതുപോലെ തന്നെ തെക്ക് കാണുന്നത് ആലപ്പുഴയാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് പാതിരാമണൽ ജെട്ടി. ഇതാ നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞു. രൂപ ടിക്കറ്റ് ചാർജ് ആണെന്നുള്ള ധാരണയിലാണ് ദ്വീപിലേക്ക് ഞങ്ങൾ എത്തിയത്. എന്നാൽ ഇപ്പോൾ 50 രൂപ ടിക്കറ്റ് നിരക്കാക്കി മാറ്റിയിരിക്കുന്നു. ദ്വീപിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കൊതുക് ശല്യമുണ്ട്. ജെട്ടിയിൽ നിന്നും നേരെ വളവും തിരിവുമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ഒരു ശ്രീനാരായണ പ്രതിഷ്ഠയുടെ മന്ദിരത്തിനടുത്ത് നമ്മളെത്തും. അതിന് തൊട്ടരികിലായി ഒരു ട്രീ ഹൗസ്, അത്യാവശ്യം ശീതള പാനീയങ്ങൾ കുടിക്കുവാനുള്ള ഒരു കുടുംബശ്രീയുടെ ഷോപ്പ്, തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്സ് പാർക്ക്. ദ്വീപിൽ അങ്ങോളം ഇങ്ങോളം ഇരിക്കുവാൻ ഇരുമ്പിനാൽ തീർത്ത കസേരകളുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വൃക്ഷങ്ങളിൽ പല സ്ഥലങ്ങളിലായി ഊഞ്ഞാലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചുറ്റും കായലായതുകൊണ്ട് 360 ഡിഗ്രി കാറ്റാണ് ഈ ദ്വീപിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശാന്തവും ഊഷ്മളതയുമാർന്ന ഒരു അന്തരീക്ഷമാണ് ഈ ദ്വീപിനകത്ത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ടൂറിസ്റ്റ് ഇത്രയൊന്നും വികസിച്ചിട്ടില്ലായിരുന്നു. ഫുൾ കാടും പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ അടിപൊളിയായി. പാർക്കുണ്ട്, അത്യാവശ്യം നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ.
പക്ഷി സങ്കേതം കൂടിയാണ്. കായലിന് നടുവിൽ ചുറ്റപ്പെട്ട ഒരു ചെറുദ്വീപ്. ഇതൊരു എൻഡിങ് പോയിന്റ് ആണ്. ചുറ്റും ചതുപ്പാണ്. പാർക്കിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് വന്നാൽ ഈ ഒരു ചതുപ്പ് ഏരിയയിൽ എത്തും. ദ്വീപിന്റെ പലയിടങ്ങളിലായി ഞാൻ ചുറ്റിക്കറങ്ങി നടന്നു. പലയിടത്തും ചതുപ്പാണ്, ചെളിയുമുണ്ട്. 1 മണിക്കൂർ നേരം ഞങ്ങൾ ഈ ദ്വീപിൽ ഉല്ലസിച്ചതിന് ശേഷം തിരികെ പോകാൻ പ്ലാൻ ചെയ്തു. ജെട്ടിക്ക് അടുത്ത് തന്നെയുള്ള ഈ ട്രീ ഹൗസിൽ കൂടി ഞാനൊന്ന് കയറി. പക്ഷേ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഷിക്കാര ബോട്ടല്ല തിരികെ ഞങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 600 രൂപയാണ് ചാർജെങ്കിലും ഇങ്ങോട്ട് വന്ന ബോട്ടല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുവാനായി ലഭിച്ചത്. ഒരു സ്പീഡ് ബോട്ടാണ് ലഭിച്ചത്. എനിക്ക് അല്പം ഭയമുണ്ടെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്പീഡ് ബോട്ടിൽ ആദ്യമായി അങ്ങനെ കയറിയതോടുകൂടി എൻ്റെ ഭയം അവിടെ അവസാനിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്പീഡ് ബോട്ടിലുള്ള ഈ യാത്ര. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി.